Good afternoon to all. Good afternoon, ma'am. Good afternoon. Okay, let's start today's class with prayer, end of the day, and signing. Prayer. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, God, bind us together with love. There is only one God, there is only one King. There is only one body, that is why we sing. We are the children of God, we are His promise divine, we are His chosen desire, we are the glorious new wine. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, God, bind us together with love. Sign in. Good afternoon to all, respected teacher and my dear friends. We are sincerely grateful for your presence today, ma'am, and we look forward to an enriching and inspiring learning journey under your esteemed guidance and mentorship. Thank you. Ma'am, thought of the day. There is nothing that comes for free in this world. Everything requires hard work. Okay. So, how are you all? Have you had lunch? Lunch കഴിച്ചില്ല എന്ന് ആരും പറയരുതല്ല. കഴിച്ചു. ടൈമിൽ ഫുഡ് കഴിക്കണം. ഇല്ല കഴിച്ചിട്ടില്ല. കഴിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ. അതെല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. 1:30 ക്ലാസ്സിൽ കയറി ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. കോമൺ ക്വസ്റ്റ്യൻ ആണ്, അസ്യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണ്. സോ കഴിക്കാറില്ല. കഴിക്കും. എന്തുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നില്ല ആ ടൈമിന്? ആ നല്ലൊരു ഹാബിറ്റ് ആണോ അത്? ആണോ? ഇല്ല. ഓക്കെ, പിന്നെന്താണ്? എന്തൊക്കെയുണ്ട്? ഓക്കെ ആണോ എല്ലാവരും? ആക്റ്റീവ് ആണോ? ഞാൻ കഴിച്ചു. നിങ്ങൾ കഴിച്ചു. കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് വരാം. ഞാൻ ടൈമിന് ഫുഡ് കഴിക്കുന്ന ആളാട്ടോ. ഓഫീസിൽ വരുമ്പോ മാത്രം. പ്രോഗ്രാമിന്റെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ആണോ? ഓക്കെ, ഞങ്ങള് പ്രാക്ടീസ് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നേ ഉള്ളൂ. നാളെ പ്രോഗ്രാം ഉണ്ടല്ലോ. എന്താവോ എന്തോ, നിങ്ങൾ എന്തൊക്കെയാ കാണാൻ പോകുന്നു അറിയില്ല. അവിടെ ടൈം ആയിട്ടില്ല. ചിക്കുമോള് ഞാൻ ഒന്നും പറയുന്നു, ടൈം ആയിട്ടില്ല. എനിക്ക് അറിയാം. ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ചുമ്മാ പറഞ്ഞാട്ടോ, ടൈമിൽ ഫുഡ് കഴിക്കുക എല്ലാവരും കേട്ടോ. ഞാൻ വീട്ടിലാണെങ്കിലും ടൈമിൽ ഫുഡ് കഴിക്കുന്ന ആളാണ്. ചുമ്മാ തമാശ പറഞ്ഞ പ്രതീക്ഷിക്കെങ്കില് ആദ്യം അവനവൻ നന്നായിട്ട് വേണ്ട മറ്റുള്ളവർ പ്രതീക്ഷിക്കാൻ പറയാൻ പാടില്ല അല്ലെ? സോ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? എന്താണ് സൈലന്റ് ആണല്ലോ? ഒന്ന് ആക്റ്റീവ് ആയി എല്ലാവരും. ചുമ്മാ ഉറക്കം തൂങ്ങി വെറുതെ ചുമ്മാ ടെക്സ്റ്റ് ചെയ്തിരിക്കുകയാണ്. മോജീസാണ്, എനിക്കതല്ല വേണ്ടത്. എനിക്ക് സംസാരിക്കണം. മാം, ടേം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് കാണും? എന്താണ് ടേം എക്സാം? എന്താണ് ഫെബ്രുവരിയിൽ ഉണ്ടാവുമെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. എല്ലാരും ചോദിക്കുന്നു ഏതൊക്കെ ചാപ്റ്റർ മാമിനോട് ചോദിച്ചിട്ട് പറ. അങ്ങനെ പഠിച്ചത് മാത്രമേ വരൂ. പോരെ, ടെൻസ് ഉണ്ടാവില്ല. ഓക്കെ മാം. അപ്പൊ 2, 3, 4, 6, 7, 8, 10 അല്ല 4 ഇല്ല അല്ലേ മാം? 10s ഇല്ല. ഓക്കെ, 2, 3, 4 ഇല്ല. 2, 3, 6, 7, 8. 10 ഇല്ല മാം പ്രപ്പോസിഷൻ? ഓക്കെ മാം. 8 വരെയാണ് നമുക്ക് ചാപ്റ്റർ ഉള്ളൂ. ടേം 1 8 വരെ. ബാക്കി ടേം 2 ആണ്. അതില് ടെൻസ് നമ്മൾ എടുക്കില്ല. കാരണം ടെൻസ് എടുക്കാതെ ടേം 1 വേണ്ടി ഞാൻ എടുക്കും.
പേപ്പറിൽ ക്വസ്റ്റ്യൻ ഇടണമെങ്കിൽ അത്രയും സ്പീഡിൽ ടെൻസ് എടുക്കേണ്ടി വരും. സോ സ്പീഡിൽ എടുക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല അത്. അതുകൊണ്ട് തന്നെയാണ് ടെൻസ് വേണ്ടാന്ന് വെച്ചാൽ ടെൻസും ആർട്ടിക്കിളും ടെൻസ് പഠിക്കാതെ ചാപ്റ്ററിൽ വരാൻ പറ്റില്ല. പേടിക്കുന്നതൊക്കെ ആകെ 10 ക്വസ്റ്റ്യനേ ഉള്ളൂ ഇംഗ്ലീഷില് ടേമിന്. ആ 10 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. ഓക്കെ സന്തോഷം നോക്കിയപ്പോ എല്ലാരും അതുപോലെ പഠിക്കണം കേട്ടോ. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് പറയില്ല, അത് വേറെ കാര്യം. പിന്നെ എല്ലാം പറയുന്ന പോലെ സിമ്പിൾ ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു ടൈം ആവട്ടെ ഇപ്പൊ പറയാം. അതുകൊണ്ട് ഇംഗ്ലീഷിനെ ഓർത്ത് ആരും പേടിക്കണ്ട, അത്ര എനിക്ക് പറയാം. ഇംഗ്ലീഷ് എക്സാം ആണല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? ടെൻസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ടെൻസ്? ഓക്കെയാണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഒക്കെ ഓക്കെയാണോ നിങ്ങൾക്ക്? ആ, ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ ആരും നെഗറ്റീവായിട്ടോ ഒന്നും എടുക്കരുത്. ഓക്കെ, നമ്മൾ ചുമ്മാ കാഷ്വലി സംസാരിക്കുന്ന എങ്ങനെയാണോ അതുപോലെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ആ രീതിയിൽ എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാൻ ആദ്യമേ തന്നെ ഡിസ്ക്ലൈമർ പറയാണ്. കാരണം പറയാൻ പറ്റില്ല, എല്ലാവരും ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം ആ രീതിയിൽ മാത്രം എടുക്കാം. പറയണം തോന്നി ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോ ഞാൻ എടുക്കുന്ന പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് മിസ്സിനോട് പറയണം. മാമിനോട് പറയാം. മാമിനോട് പറയാം. എന്നോട് പറയാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാം? സംശയമുള്ളത് എന്നോട് പറഞ്ഞു. എന്നിട്ട് മനസ്സിലാവുന്ന പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ഒന്നുകൂടെ ചോദിക്കണം. അപ്പൊ അറിയില്ല, എല്ലാം അറിയാം. ഓക്കെ, ഞാൻ എന്താണ് പറഞ്ഞിരുന്നു, എന്തിനാണത് പറഞ്ഞിരുന്നു, മനസ്സിലായല്ലോ അല്ലെ? അങ്ങനെ ചെയ്യാം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും സിമ്പിൾ. കാരണം ഒരു ടീച്ചർ ആരെങ്കിലും ആവട്ടെ, നിങ്ങളിപ്പോ പഠിപ്പിക്കാൻ പോവാന്നിരിക്കും, നിങ്ങൾ ടീച്ചറാണ്. സ്റ്റുഡൻസ് നമ്മുടെ ടീച്ചേഴ്സിനെ എങ്ങനെ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ നമ്മളെ ഡീൽ ചെയ്യുന്നു എന്നതിലാണ് ആ ടീച്ചറിന്റെ കംഫർട്ട് സോൺ. ശരിയല്ല? നേരെ തിരിച്ചു അങ്ങനെ ടീച്ചർ സ്റ്റുഡൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യുന്നു എന്നതിലിരിക്കും സ്റ്റുഡൻസിന്റെയും കംഫർട്ട് സോൺ. അത് കംഫർട്ടബിൾ ആയിരിക്കും, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഓക്കെ, അതെ, അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നല്ല, നമ്മൾ അതുകൂടിയാണ്. രണ്ടുപേരും ഈക്വലി ഒരേ വേയിലൂടെ പോകുമ്പോഴാണ് അല്ലെ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും വളരെ സ്മൂത്ത് ആണ്. എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് തന്നെ പറയണം. നിങ്ങളോടാണോ എന്നൊന്നും അറിയില്ല, എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പണായിട്ട് തന്നെ പറയാം. മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. സ്പീഡാണെങ്കിൽ സ്പീഡാണെന്ന് പറയണം. എല്ലാം പറയണം, ഓപ്പണായിട്ട് തന്നെ പറയണം. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഞാനത് ഓപ്പണായിട്ടൊക്കെ പറയാണേ. ഞാൻ സിക്സ്ത് ബാച്ച്, സിക്സ്ത് ബാച്ചിലും 5th ബാച്ചിലും പറയുമ്പോ എല്ലാം പറഞ്ഞോലോ അല്ലെ? ഓക്കെ ആണോ? ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ഓക്കെ ആണോ? അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. യെസ് മാം. അപ്പോ MD5 and 6. MD5ല് ഞാൻ സ്റ്റാർട്ടിങ് ആയിരുന്നു, ഞാൻ വന്ന ടൈമായിരുന്നു. MD5ല് എനിക്ക് കംപ്ലീറ്റ് മനസ്സിലാവുന്നില്ല, മിസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല. കംപ്ലൈന്റ് മാനേജ്മെന്റിലാണ് അവര് കംപ്ലൈന്റ് വന്നു. എഗെയിൻ ഞാൻ തന്നെയാണോ ക്ലാസ്സിൽ കയറിയത്. നമ്മൾ കംപ്ലൈന്റ് ഒന്നും നമുക്കങ്ങനെ പ്രതീക്ഷ തോന്നില്ല. അത് വേറെ
ഓക്കെ, കംപ്ലൈന്റ് വന്നു. ഞാൻ ആ ക്ലാസ്സിൽ കയറിയിട്ട് സംസാരിച്ചു. എന്താണ് പ്രശ്നം അറിയണമല്ലോ. ഒരു കംപ്ലൈന്റ് വരുമ്പോ നമ്മൾ ചെയ്യേണ്ട എന്താ? കംപ്ലൈന്റ് പറയുന്നതിന് മുൻപ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത കുട്ടികള് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോ ആദ്യം മനസ്സിലാകോ ഇല്ലയോ? മനസ്സിലാവത്തില്ല. ഒരിക്കലും മനസ്സിലാകില്ല. അതിലവര് പറഞ്ഞൊരു കാര്യം ടീച്ചർ എടുക്കുന്നത് മനസ്സിലാവത്തില്ലെന്നാ. അപ്പോഴൊന്നും ആലോചിച്ചില്ല അവര്. ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയം ഉണ്ടായിരുന്നു. അതൊരു കാര്യം. അതുപോലെ തന്നെയാണ് MP6 ഇംഗ്ലീഷ് വേറൊരു സാറായിരുന്നു. ആ സാറിന് എന്തോ ഒരു കാരണം കൊണ്ട് മാറേണ്ടി വന്നതുകൊണ്ട് ഞാൻ റീജോയിൻ ചെയ്തു ആ ക്ലാസ്സിൽ. അപ്പൊ സാർ എടുത്ത പാറ്റേൺ അല്ല ഞാൻ എടുക്കുന്നത്. ആ ഒരു വേ ഓഫ് ടീച്ചിങ് അല്ല, വ്യത്യാസമുണ്ട്, രീതി വ്യത്യാസമുണ്ട്. സോ ഇവര് ഇതേപോലെ തന്നെയാണ്. എടുക്കുന്ന മനസ്സിലാവില്ല. കംപ്ലൈന്റ് ചെയ്തു, ഓൺ ദ സ്പോട്ടിൽ കംപ്ലൈന്റ് ചെയ്തു. കംപ്ലൈന്റ് ഞാൻ കേട്ടു കേട്ടോ. പക്ഷെ എന്താ പറഞ്ഞെന്നറിയോ? സൂപ്പറായിരുന്നു. മിസ് എനിക്ക് ഇഷ്ടാവുന്നില്ല, മിസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല, ഈ മിസ്സിന് വേണ്ട, വേറെ മതി, ഞങ്ങൾക്ക് വേറെ ടീച്ചേഴ്സിനെ മതി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കംപ്ലൈന്റ്. ഇതേപോലെ തന്നെയാണ്. ഞാൻ പോയി സംസാരിച്ചു. ഇതിന് സങ്കടമൊന്നുമില്ല. സംസാരിച്ചു, മനസ്സിലാവുന്നില്ല എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ MP5-6 പാസ് ഔട്ടായി പോയി. ഈ കംപ്ലൈന്റ് പറഞ്ഞവരൊക്കെ തിരിച്ച് എന്നോട് സോറി പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം സോറി പറഞ്ഞു. അത് ഞാൻ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ എടുക്കും. കാരണം എന്താണെന്നറിയോ? നമ്മള് ഒരു കംപ്ലൈന്റ് വന്നു, സമ്മതിച്ചു കംപ്ലൈന്റ് ആണ്. പക്ഷെ ആ കംപ്ലൈന്റ് എനിക്കറിയാം അത് കംപ്ലൈന്റ് വരാൻ കാരണം എന്താണ്. അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ എടുക്കുന്ന രീതിയിൽ കുഴപ്പമില്ല. അവര് ഇംഗ്ലീഷ് സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകും, സ്വാഭാവികമാണ്. ഓക്കെ, പക്ഷെ അത് നേരെ പോയി പറഞ്ഞ മാനേജ്മെന്റിലാണ്. എന്റെ മുഖത്തോട്ടൊക്കെയാണ് പറയുന്നെങ്കിൽ ഞാനിത് പറഞ്ഞു കൊടുത്തായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നി, അങ്ങനെ ഡിഫിക്കൽട്ടി എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുള്ള ഒരു റീസൺ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷെ നേരെ പോയത് മാനേജ്മെന്റിലല്ല. ഇതിനാണ് വെട്ടൊന്ന് തുണ്ടം രണ്ടെന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, അതെ, ഒറ്റബുദ്ധി എന്ന് പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. മനുഷ്യന്മാരാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവൻ നമ്മൾ പോലും ആർക്കും തെറ്റുപറ്റാം. എല്ലാവരും പെർഫെക്റ്റ് ആണ് ഈ ലോകത്ത്. ഒരാളും പെർഫെക്റ്റ് ആണ്. ഓക്കെ, നമ്മളെ ഒന്ന് ചിന്തിക്കാം. കാരണം ഏതൊരു ടീച്ചറും, നിങ്ങളും ടീച്ചേഴ്സാണ്, ഏതൊരു ടീച്ചറും ഒരു ക്ലാസ്സിൽ വന്ന് പോർഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാകും. അത് ഹാർഡ് വർക്ക് ചെയ്ത പോലെ ആ ദിവസം വന്ന് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഞാൻ എത്രയോ പ്രാവശ്യം പ്രിപ്പയർ അല്ലാതെ ക്ലാസ് കയറിയിട്ടുണ്ടെന്ന് അറിയോ? പക്ഷെ ആ ക്ലാസ് ഭയങ്കര റിസൾട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് ആലോചിക്കും. പക്ഷെ പ്രിപ്പയർ ആയി പോയ ക്ലാസ്സോ എനിക്ക് ആ പ്രിപ്പയർ ചെയ്ത പോലെ എടുക്കാൻ പറ്റിയെന്നും വരില്ല. അത് ഞാൻ പറയില്ലേ, നിങ്ങളോട് എക്സാമിന്റെ കാര്യം ഞാൻ പറയല. ആ ഒരു മണിക്കൂറൊക്കെയാണ്. ആ ഒരു മണിക്കൂറിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് ആർക്കും അറിയില്ല. അതാണ് പ്രഡിക്റ്റബിൾ ആണ്. ഒന്നും നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്ന പോലെ സംഭവിക്കണമെന്നില്ല. ഓക്കെ, അപ്പോ എല്ലാവർക്കും തെറ്റ് പറ്റാം. തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കംപ്ലൈന്റ് വന്ന അത് നമ്മള് ഡ്രോപ്പ് അവിടെ വെച്ചത് ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ബാക്ക്വേർഡാ പോകുന്നെങ്കിലോ നമ്മുടെ കരിയറിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാവും? ഒരിക്കലും ഇല്ല. ഈ കംപ്ലൈന്റ് പറഞ്ഞ എല്ലാ സ്റ്റുഡൻസും ഇംഗ്ലീഷ് പഠിച്ചിട്ടാ പോയത്. അതിന്റെ ഒരു വാശിയായിരുന്നു. പഠിപ്പിക്കണം, പഠിപ്പിച്ചിട്ട് ഞാൻ നമ്മളോട് ചോദിക്കറിയാം, വാശിയായിരുന്നു. പക്ഷെ ഭയങ്കര കമ്പനിയാ, ഭയങ്കര മനസ്സിലായോട് കംപ്ലൈന്റ് ചെയ്ത ആള് തന്നെ പറഞ്ഞത്. മിസ്സിനോടാണല്ലോ ചെയ്ത കംപ്ലൈന്റ് പറഞ്ഞത്. കാരണം എടുത്തുചാട്ടാണ് അത്. അറിയില്ല, അതാണ് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അത് ചിലപ്പോ പിന്നീട് കുറ്റബോധം പറ്റും. അതുകൊണ്ട് ഒരു കാര്യമെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. അത് നമ്മള് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കുക. ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്നൊന്ന് ചിന്തിക്കണം. മനസ്സിലായോ? പറഞ്ഞു വരുന്നെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം ഓരോ ടീച്ചേഴ്സിന്റെയും എടുക്കുന്ന രീതി, വേ ഓഫ് ടീച്ചിങ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് വേ ഓഫ് ലേണിംഗ്. ഞാൻ എടുക്കുന്ന രീതി ചിലപ്പോൾ 1-2 സ്റ്റുഡൻസിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ കുറച്ച് പേർക്ക് എന്താണ് കുറച്ച് സ്ലോ ആയിരിക്കും. വേറെ കുറച്ച് പേർക്ക് എന്താണ് ഒട്ടും ക്യാച്ച് ചെയ്യില്ല, മനസ്സിലാവില്ല. വ്യത്യാസമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ ടീച്ചർ എടുക്കുന്ന പോർഷൻ അല്ലെങ്കിൽ ആ ടീച്ചർ എടുക്കുന്ന സബ്ജക്ട്
അല്ലെങ്കിൽ ആ ടീച്ചർ എടുക്കുന്ന രീതി മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യരുത്. ടൈം കൊടുക്കണം, എല്ലാവർക്കും സമയം കൊടുക്കുക, ഇരുത്താനുള്ള സമയം കൊടുക്കുക, പ്രൂവ് ചെയ്യാൻ ഒരു സമയം കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. ഒരു കുട്ടിയാണെങ്കിൽ പോലും ക്ലാസ്സില് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുക. പക്ഷെ ഏറ്റവും ബാക്ക്വേജിൽ ഇരിക്കുന്നവരെ പഠിപ്പിച്ച് എടുക്കാന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് ടാസ്ക്. പക്ഷെ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ലൈഫിൽ നമ്മൾ മറക്കില്ല. എല്ലാവരും ഈക്വൽ ആയിട്ട് കാണാന്ന് പറയില്ല, എല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെ കാണാം. എല്ലാവരും ടാലന്റഡ് ആണ്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം. കമ്പാരിറ്റി അല്ലെ, കമ്പയർ ചെയ്യും, അവനാണ് ഇവനാണ് ബെറ്റർ, അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അറിയാലോ, ഓരോ ടോപ്പിക് തരുമ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എത്രയോ എഫോർട്ട് അതിലുണ്ട് അല്ലെ. അപ്പൊ എന്താ, തെറ്റാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, സോറി പറയണത് സോറി പറയാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ആരായിക്കോട്ടെ, നമ്മളെ ഏതോ മൂത്തൊന്നുമില്ല, ആരും ആവട്ടെ, സോറി പറയേണ്ടടുത്ത് സോറി പറയാം. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണേണ്ടത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. അത് സ്ട്രെയിറ്റ് ആയിട്ട് നേർക്കുനേരാണ്. തേർഡ് പേഴ്സണെ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം, നമ്മൾ തമ്മിൽ തീർക്കും. അതിൽ വേറൊരാള് വന്ന് അത് അവിടെ പറഞ്ഞ്, അത് അവിടെ നിന്ന് അവിടെ പോയി ഇവിടെ പറഞ്ഞ്, ഭയങ്കര മോശം. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങള് അവരോട് പറയുന്ന രീതി വേറെയാണ്, അവരത് വേറെ എവിടെയെങ്കിലും പോയി പറയുന്ന രീതി വേറെയാണ്. അത് വേറെ ആൾ പറയുമ്പോ അത് കുറച്ചുകൂടെ ഹേർട്ടാവാതിരിക്കുകയാണ്. എന്നിട്ടായിരിക്കും അത് എന്റെ അടുത്ത് തരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ടോൺ ചേഞ്ച് എന്നുള്ള സാധനം നമ്മൾ പറയുന്ന അതേ മോഡുലേഷനിലായിരിക്കൂല പിന്നീട് എന്റെ അത് എത്തുമ്പോ. ആ സമയം നിങ്ങൾക്ക് പറയാനുള്ളതോ എനിക്ക് പറയാനുള്ളതോ നമ്മൾ നേരെ പറയുകയാണെങ്കിലോ അവിടെ തീർന്നുകയല്ല. അത് ഇപ്പൊ ഞാൻ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത് ലൈഫില് നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം കൂടിയാണ്. ചിന്തിക്കുക. ഓക്കെ, തിങ്ക് ബിഫോർ യു സ്പീക്ക്. ചിന്തിക്കുക. നമ്മള് പണ്ട് ചിന്തിക്കാറില്ല, ഞാനൊക്കെ ചിന്തിക്കാതെ സംസാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ലൈഫ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാനിത് പറഞ്ഞത് കൊണ്ട് ചിലപ്പോ എന്നിലൂടെ നിങ്ങൾ ഇതെല്ലാം ഓർക്കാനും നിങ്ങളുടെ കുറച്ചെങ്കിലും ഒരു ക്യാരക്ടർ മാറാനും ചിലപ്പോ പറ്റിയെന്ന് വരും. അതുപോലെ എന്നെ പഠിപ്പിച്ചതും വേറൊരാളായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്താ പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഓരോ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. ഇത് പറയാനുള്ള കാരണമോ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ ആരെങ്കിലും വിഷമിക്കാനോ അങ്ങനെ ഒന്നുമല്ല. അത് വേറൊരു കാര്യം കൂടെ പറയണ്ടേ. നമുക്ക് ദേഷ്യത്തോടെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ, അത് നമ്മൾ ദേഷ്യം കൊണ്ട് പറയുന്നതാണ്. ആ ദേഷ്യം കൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ആ കേൾക്കുന്ന ഒരാളുണ്ടല്ലോ അല്ലെ, ആ കേൾക്കുന്ന ആളുടെ ഉള്ളിൽ നിന്ന് പോയില്ലാട്ടോ. ഓക്കെ, പറഞ്ഞ ആള് മറന്നാലും കേൾക്കുന്ന വ്യക്തി ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഹേർട്ട് ആകും. എന്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഓർത്തേക്കും. ഞാനിപ്പോ MD 6-5 അത് ഇപ്പോഴും ഞാനത് പറയുന്നുണ്ടെങ്കിൽ ഞാനത് ഓർത്ത് വെച്ചൊരു കാര്യം. മനസ്സിലായോ? പക്ഷെ അത് തുറച്ചെടുക്കാൻ നല്ലതിനാണെന്ന് പറയാം. അത് നമുക്കൊരു വാശിയില്ല, അങ്ങനെയുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറയണം. പറയേണ്ടത് ഞാൻ പറഞ്ഞത് പറയണം. അത് ആരോടാണോ നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട് തന്നെ പറയണം. അത്രയേ ഉള്ളൂ. അത് അവർക്ക് ഹേർട്ട് ആകാത്ത രീതിയിൽ പറയണേ വേണം. ക്ലിയർ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അത് ഇഷ്ടമാണ്. എനിക്ക് പറയണം തോന്നി. എനിക്ക് നിങ്ങള് എല്ലാ ബാച്ചും കേട്ടോ, ഞാൻ പഠിപ്പിക്കുന്ന ബാച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഓരോ സ്റ്റുഡൻസും. ഓക്കെ, ഞാൻ ജസ്റ്റ് സബ്ജക്ട് മാത്രം പഠിപ്പിച്ചു പോകുന്ന ടീച്ചർ അല്ല. ഞാൻ ടീച്ചറായിട്ട് ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് ഞാൻ ടീച്ചറാണ് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്നെ ഫ്രണ്ടായിട്ട് കണ്ടാലും പറയും. എന്നെ ക്രിസ്ത്യൻ എടുക്കണമെന്നോ മാമിന് എടുക്കണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ജസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാം. അപ്പൊ ആ രീതിയിലാണ് ഞാൻ നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. അല്ലാതെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ല. അതുകൊണ്ടാണ് എനിക്കിത് പറയണമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞത്. പറയാതെ പോവായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അറിഞ്ഞു, നിങ്ങളാണെന്ന് അറിഞ്ഞു,
നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഓക്കെ, പറഞ്ഞതിലും കേട്ടതിലും സന്തോഷമുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. മിസ്സേ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സബ്ജക്ട് ഇങ്ങനെ മനസ്സിലാവുന്നില്ലെന്ന്. അപ്പൊ ഞാൻ പേഴ്സണലി ഓർത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറയണ്ടായിരുന്നു. ആ ടീച്ചേഴ്സിനോട് തന്നെ പറയാനുള്ള ഫ്രീഡം എല്ലാ ടീച്ചേഴ്സിനും ഉള്ളതായിട്ട് ഞാൻ എന്നും ക്ലാസ്സിൽ കയറുന്ന. അപ്പൊ എനിക്കറിയാം, നമുക്ക് ഡൗട്ട് ചോദിക്കാൻ എല്ലാ ടീച്ചേഴ്സും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ആരും നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ പിറ്റേ ക്ലാസ്സിൽ നമുക്ക് ആ ഡൗട്ട് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം എല്ലാ ടീച്ചേഴ്സും തരുന്നുണ്ട്. നമ്മൾ അപ്പൊ ഡൗട്ട് ക്ലിയർ ആക്കി തരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് കറക്റ്റ് ആരാണോ ഏത് ടീച്ചേഴ്സ് അത് ഏത് ഭാഗമാണ് നമുക്ക് മനസ്സിലാവാത്തെന്നുള്ളത് അത് ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇനിയിപ്പോ ഇനി ഓൺലൈൻ ക്ലാസ്സിൽ കയറാത്തത് കൊണ്ടാണോ, ഇനി നമുക്ക് റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നത്തില്ല. ഇനി അതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സും നമുക്ക് അങ്ങനെ ഫ്രീഡം തരുന്നതാ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തായിരുന്നു, അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ആരോ പറഞ്ഞ നമ്മൾ കേട്ടായിരുന്നു. പേരറിയത്തില്ല. അപ്പൊ ആരോ പറഞ്ഞറിഞ്ഞു, 2-3 പേര് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ ടീച്ചേഴ്സിനോട് ചോദിക്കാം, ഭയമായിരിക്കും ഒരു പക്ഷെ, അത് ചോദിക്കാനുള്ളൊരു പേടിയായിരിക്കാം. അപ്പം ഈ പറഞ്ഞ മിസ്സിനോട് ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം എനിക്കൊരു പണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ മോള് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ഭയങ്കര ഫീവറായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ കിടക്കുമായിരുന്നു. അപ്പൊ എന്നോട് അവക്ക് എന്തോ ഒരു സംശയം, ഏതോ മാത്സിന്റെ എന്തോ ഒരു സംശയം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് തല പൊങ്ങുന്ന പോലും ഇല്ല, ഞാനിങ്ങനെ കിടക്കുവാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മിസ്സിനോട് വിളിച്ച് പറഞ്ഞേക്കാം, മോൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മിസ്സിനോടൊന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവള് രാവിലെയാണ്. അപ്പൊ രാവിലെ ഇവള് സ്കൂളിൽ പോവുകയും ചെയ്തു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ മാത്സിന്റെ മിസ്സുമായിട്ട് ഞാൻ അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല. കാരണം എല്ലാ ഡൗട്ടും ഒന്നെങ്കിൽ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ച് അവൾ ക്ലാസ്സിൽ തന്നെ ചെന്ന് ഡൗട്ട് തീർക്കും എന്നാണ് എന്റെ ഒരു ഇത്. പക്ഷെ എനിക്ക് ആ ടീച്ചറിനോ ഇച്ചിരി സ്ട്രിക്റ്റ് ഉള്ള ടീച്ചർ ആയിരുന്നു എന്നാ പിന്നെ അറിഞ്ഞത്. അപ്പൊ ഭയങ്കരമായിട്ട് ഇവക്ക് പേടിയുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവള് ചോദിക്കാഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട്, എനിക്ക് ഫോണിനകത്ത് നമ്പറുകളൊന്നും എനിക്ക് നോക്കാൻ വയ്യ. അപ്പൊ ഇവളുടെ ക്ലാസ് മിസ്സിനെ ഞാൻ എപ്പോഴും വിളിക്കുന്നതാ, നല്ലൊരു കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് രാവിലെ എന്റെ മിസ്സിന്റെ ഫോൺ നമ്പർ പെട്ടെന്ന് കിട്ടിയപ്പോ ഞാൻ ആ കിടന്നുകൊണ്ട് തന്നെ മിസ്സിനെ ഇങ്ങനെ വിളിച്ചിട്ട്, മിസ് ഇതുപോലെ മോക്ക് ഇതുപോലെ ഒരു ഭാഗം ഇന്നതുപോലെ ഒന്നും മനസ്സിലായിട്ടില്ല, ഒന്ന് മിസ്സിനോടൊന്ന് പറഞ്ഞേക്കാവോ എന്ന്. ഇത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, സ്നേഹത്തെ തന്നെയാ പറഞ്ഞത്. മിസ്സെ ഒന്ന് പറഞ്ഞേക്കാവോ, പിന്നെ അവൾക്ക് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കണേന്നൊന്ന് പറഞ്ഞേക്കാവോ, എനിക്ക് ഒട്ടും വയ്യ, അതുകൊണ്ടാ ഞാൻ മിസ്സിനെ വിളിക്കാൻ ഇത്രയും പറഞ്ഞിട്ട് ശരി പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. വൈകുന്നേരം വന്നപ്പോ മോള് ഭയങ്കര വിഷമത്തിലാ വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ മോനേന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അമ്മേ ഇന്ന് മാത്സിന്റെ മിസ് ക്ലാസ്സിലോട്ട് കയറി വന്നത് ഇങ്ങനെ ചോദിച്ചോണ്ടാ, പിന്നെ മോളുടെ പേര് ദക്ഷിണയെന്നാ. ദക്ഷിണേ മറ്റേ മിസ്സിന്റെ പേര് പറഞ്ഞിട്ട് ആ മിസ്സിനോട് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് ഡൗട്ട് എല്ലാം തീർന്നോ, ഇങ്ങനെയാ ചോദിച്ചോണ്ട് വന്നേ അമ്മേ, എനിക്ക് വല്ലാണ്ട് അങ്ങ് വിഷമമായി പോയി എന്ന് പറഞ്ഞു അമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞില്ല, അമ്മയ്ക്ക് മറ്റേ മിസ്സിന്റെ നമ്പർ തപ്പിയെടുക്കാൻ വയ്യ, അതുകൊണ്ട് അമ്മ പിന്നെ മിസ്സിനോട് ജസ്റ്റ് വിളിച്ച് പറഞ്ഞോളൂ, ഒന്ന് പറയാവോ മിസ്, അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാ പറഞ്ഞു. ഒരുപാട് ഇങ്ങനെ താഴ്മയോട് കൂടിയാ ഞാൻ പറഞ്ഞത്. അപ്പൊ അവക്ക് ഭയങ്കര വിഷമം വന്ന് എന്നോട് വന്നതേ പറഞ്ഞു. പിന്നെ ഞാനൊന്നും നോക്കില്ല. അപ്പോഴും ഞാൻ മിസ്സിന് എന്താണോ തോന്നിയത് നമുക്കറിയില്ല. അപ്പോഴും ഞാൻ മിസ്സിനെ നമ്പർ എടുത്തിട്ട് മിസ്സിനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു, മിസ്സേ ഇന്നതുപോലെ എനിക്ക് വയ്യായിരുന്നു, ഒട്ടും തല പൊങ്ങുന്നില്ലായിരുന്നു. അപ്പൊ ഇവളെന്നോട് ഇങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ ആ ഡൗട്ട് വെച്ചിട്ട് കുഞ്ഞ് ബാക്കി പഠിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പം മറ്റേ മിസ് ക്ലാസ്സിൽ ചെല്ലുന്നുണ്ടല്ലോ, അപ്പൊ പറഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ മിസ് പറഞ്ഞു, അതെ എനിക്ക് അന്നേരം അറിയത്തില്ല, മറ്റേ ജുബിൽ മിസ് വന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നത് എന്നോട് പറയാൻ, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ എന്താ മടി എന്നാ ഞാൻ വിചാരിച്ചത് എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ചോദിച്ചത്, വേറൊന്നും കൊണ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മിസ് എനിക്ക് മിസ്സിന്റെ നമ്പർ പെട്ടെന്ന് എടുക്കാനൊന്നും എനിക്ക് നോക്കാനൊന്നും വയ്യായിരുന്നു, അപ്പൊ ജുബിൽ മിസ്സിനെ വിളിക്കാനുള്ള നമ്പർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചേന്ന് പറഞ്ഞു. അപ്പം മിസ്സിനോട് പറഞ്ഞു, മിസ്സേ അങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞല്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അത് സാരമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറെ നേരം മിസ്സുമായിട്ട് സംസാരിച്ച് അന്നേരം ഓക്കെ ആയി. അപ്പൊ മിസ്സിനൊരു നമ്മൾ വേറൊരാളോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് കേൾക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അത് അവർ സ്വീകരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ആ ഒരു സ്നേഹം കൊണ്ടോ അല്ല ഒരു ഇതുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചാണ്, നമ്മളെ ഒന്നും മനസ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റ് പറയാനുള്ളത് ഡയറക്റ്റ് തന്നെ പറയണമെന്നുള്ളത്. കുറച്ചു നേരം ചിന്തിച്ചാ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അല്ലെ. സംഭവം നടന്നത് ഞാൻ തന്നെയാ പറഞ്ഞത്, ഞാൻ ഓപ്പൺലി തന്നെ പറയാം. ഇന്നലെ എനിക്ക് മനസ്സിലായി റോസ് മിസ് പറഞ്ഞപ്പോഴും
അത് ഒറ്റൊരു ചാപ്റ്റർ ഉള്ളായിരുന്നു. എനിക്ക് മനസ്സിലായി, ബിക്കോസ് ആ സമയത്ത് എന്റെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ്, ഞാൻ മാക്സിമം ഓൺലൈൻ ക്ലാസ്സസ് കയറുന്ന ഒരാളാണ്. വർക്ക് ഫ്രം ഹോം ആയാലും ഞാൻ ആ സമയത്തിൽ എന്റെ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ കയറുന്ന ഒരാളാണ്. പക്ഷെ ആ ചാപ്റ്റർ എനിക്ക് ഒട്ടും മനസ്സിലായി. റെക്കോർഡ് ക്ലാസ് കേട്ടപ്പോൾ ഒട്ടുമേ മനസ്സിലായിരുന്നില്ല. ഇപ്പം ഇനി മാം ഓൾറെഡി ക്ലാസ് എടുത്തു കഴിഞ്ഞു. മാം ഇനി റിപ്പീറ്റ് ക്ലാസ് എടുക്കുമെന്ന് ഇതുവരെ ഒരു ക്ലാസ് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പൊ മാമിനോട് ചോദിക്കാനുള്ള മടിയേ ഉണ്ടായിരുന്നു. അതുമല്ല മാമിനോട് എങ്ങനെ ചോദിക്കണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇനി പരീക്ഷയും കൂടി വരുന്നു, എനിക്കൊട്ടും മനസ്സിലാകുന്ന അതൊരു മെയിൻ ടോപ്പിക്കുമാണ്. നമ്മുടെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് പറഞ്ഞ മെയിൻ ടോപ്പിക്കുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അപർണ മിസ്സിനോടാ പറഞ്ഞ, മാം ഇങ്ങനെ ഒരു റിവിഷൻ ആയിട്ട് നമുക്കൊന്ന്, ബിക്കോസ് പല പിള്ളേരോടോ ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ, അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ മാമിനോട് ചോദിച്ചു, മാം ആ ഒരു ക്ലാസ് ഒന്ന് ജസ്റ്റ് റിവിഷൻ ആയിട്ട് ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. ഇപ്പൊ അതിനുവേണ്ടി ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഉണ്ടായിരുന്നു. ബിക്കോസ് ഇന്നലെ റോസ് മിസ്സും പറഞ്ഞു. അപ്പം എനിക്ക് ഇന്നലെ മനസ്സിലായി. പിന്നെ ഇന്നലെ ഞാൻ എടുത്ത് ചോദിക്കാൻ തുടങ്ങിയതാ. അപ്പൊ പിന്നെ സെമിനാർ ഒക്കെ നടക്കുന്നതുകൊണ്ട് പിന്നെ എല്ലാവരും മൂഡ് സ്പോയിൽ ആകും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല. ഇപ്പം മാമിന്റെ അടുത്ത്, നമ്മളെ പഠിപ്പിച്ച മാമിന്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നു. അതല്ലേ? പക്ഷെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ എല്ലാ മിസ്സുകളും ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ഡിഫറെന്റ് ആണ്. ഇത് വലിയ ഇഷ്യൂ ഒന്നും അല്ല കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്താ, നമുക്കൊരു എന്തെങ്കിലും സംഭവം നടക്കുമ്പോഴാണ് അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അങ്ങനെ മാത്രം എടുക്കുക. അല്ലാതെ ഇവിടെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു ഇതെല്ലാം പുസ്തകമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. സുബി പോയോ? സുബി ക്ലാസ്സിലുണ്ടോ? യെസ് മാം. യെസ്. എന്താണ്? ചുമ്മാ പറഞ്ഞതാ. ഇപ്പൊ എന്താ സീരിയസ് ആയിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ പോയോ? സുബി ഇത് ക്യാമറ ഓൺ ചെയ്യാം, എനിക്കത് കാണാം. ഇപ്പം പറ്റത്തില്ല. വൈ? സീരിയസ് ആണ്. അപ്പൊ പ്രശ്നം സീരിയസ് ആണ്. ചുമ്മാ സുബി ഇതില് ഇപ്പോ നിങ്ങൾക്ക് എന്നോട് എന്തും പറയാൻ പറ്റുമോ? അങ്ങനെയാണോ? റെസ്പോണ്ട് ചെയ്തേ. സുബി പറഞ്ഞു എനിക്ക് സുബിയുടെ റിപ്ലൈ വേണം. സുബി സുബിക്ക് എന്നോട് എന്ത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമോ? ഞാൻ അത് മാമോടെ മാത്രല്ല ആരോടും. സുബി അയ്യോ ഞാൻ പറയില്ലായിരുന്നല്ലോ. കഷ്ടം. ഇപ്പോ എനിക്ക് ആരോ സീനാവും. സുബി ഞാൻ ഇതെല്ലാം തമാശക്ക. ഈ എന്ത് കാര്യം പറയുമ്പോഴും ഞാൻ ഈ പറയുന്ന ഒരാളാട്ടോ. സുബി ലെഫ്റ്റ് ടൈം. ഓക്കെ. പക്ഷെ അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ ബാച്ചിന്റെ ഒരു തെറ്റ് തന്നെയാണ്. നമ്മുടെ ബാച്ചിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ വേറെ ഇതിനെടുത്തൊരു അവസ്ഥയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. എനിക്ക് തന്നെ എനിക്ക് കറക്റ്റ് മനസ്സിലായി. അത് സുബി വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോ ഞാനും പറഞ്ഞു അത്. ചെറിയൊരു ദേഷ്യം പോലെ റോസ് മാമിനുണ്ടായിരുന്നു. സുബിയുടെ ഭാഗത്തൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്, അവളത് അപർണ മാമിനോട് ചോദിച്ചു. ആ ചാപ്റ്റർ ഒന്നുകൂടെ മാം അപർണ മാം എടുത്തു തരാവോ എന്നാ ചോദിച്ചത്. റോസ് മാം എടുത്ത ചാപ്റ്റർ അപർണ മാം എടുത്തു തരാവോ എന്ന് ചോദിച്ചത്. അപ്പം റോസ് മാമിന് ഭയങ്കര ഹേർട്ടായെന്ന് തോന്നുന്നു. റോസ് മാം നന്നായിട്ട് ക്ലാസ് എടുക്കുന്നു. എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നതാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മാമാണ്. മാം ഓരോ സെന്റൻസും വായിച്ച് ഓരോ പാരഗ്രാഫും നമ്മളെ കൊണ്ട് വായിപ്പിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു തരുന്ന റോസ് മാം. അപർണ മാമും അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് വായിപ്പിച്ചു. അപ്പൊ നമുക്ക് നല്ലൊരു ഇന്ററാക്ഷൻ ഉള്ളത് അവർ രണ്ടുപേരും. പക്ഷെ സുബി പറയുകയും ചെയ്തു, പേഴ്സണലി എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ആ ചാപ്റ്റർ മനസ്സിലായത്. ഡയറക്റ്റ് അപർണ മാമിനോട് പറയാതെ ഡയറക്റ്റ് റോസ് മാമിനോട് പറഞ്ഞാൽ മതിയെന്ന്. മാം അത് പിന്നെ അല്ലല്ലോ, റോസ് മാം എടുത്ത പോർഷൻ അല്ലല്ലോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പറഞ്ഞ റോസ് മാം അതെടുത്തത്. പക്ഷെ അത് റോസ് മാം എടുത്തതല്ല പറഞ്ഞത് സുബി. ജിഷ മാം എടുത്തതാണ് പറഞ്ഞത്. അല്ല, ജിഷ മാമിന്റെ കാര്യം അല്ല. പറഞ്ഞത്. കാരണം സൈക്കോളജി പറഞ്ഞത്.
ഞാൻ ചോദിച്ചു ഏത് മിസ് എടുത്തതാണ് ചോദിച്ചപ്പോ റോസ് മാം ആണോ ചോദിച്ചപ്പോ സുബി പറഞ്ഞു അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ ജിഷ മാമിന്റെ കോഗ്നിറ്റീവ് ആണോ? ഡെവലപ്മെന്റ് റോസ് മാം, കോഗ്നിറ്റീവ് റോസ് ഡെവലപ്മെന്റ് റോസ് മാമിന്റെയാണ് മാം ആയിരുന്നു, പറഞ്ഞത്. സൈക്കോളജിയാ അതെ, പക്ഷെ മനസ്സിലാവാഞ്ഞെന്ന് അതല്ല. പറഞ്ഞത്. ആ, പക്ഷെ ജിഷാ മിസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ കുറെ വേറെ വേറെ വ്യക്തികളുടെ ഓരോ തോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് സുബിക്ക് മനസ്സിലാവാത്തത്. റോസ് മാം എടുത്തത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ 2 പോർഷൻ മാത്രമേ എടുത്തുള്ളൂ, 2 ആൾക്കാരുടെ മാത്രം. അതിനെ പറ്റിയിട്ടല്ല സുബി പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു ആരെടുത്തതാണോ ചോദിച്ചപ്പോ റോസ് മാം എടുത്തതാണോ ചോദിച്ചപ്പോ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നു മാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സുബി ചിലപ്പോൾ കോഗ്നിറ്റീവ് എടുക്കുമ്പോൾ റോസ് മിസ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഡയറക്റ്റ് ജിഷ മിസ് എടുക്കുമ്പോൾ അത് കേട്ടിട്ട് മിസ് കുറച്ച് സ്പീഡിലാണ്, അങ്ങനെ അത്ര ബാക്കി നമ്മൾ കുട്ടികളൊക്കെ ജസ്റ്റ് പറഞ്ഞത് റോസ് കേട്ടിരുന്നാൽ മാമിനെ മതി എന്നുള്ള പറ്റിയിട്ടല്ല ഇതിലായിരുന്നു. പറഞ്ഞത്. വേറെ 2-3 പേര് പറഞ്ഞത് റോസ് മാമിനെ ആയിരുന്നില്ല. റോസ് മാം ടെക്സ്റ്റ് ഓറിയന്റഡ് മാത്രമായിട്ടേ എടുക്കുള്ളൂ. പക്ഷെ ജിഷാ മിസ്സിനെ പറ്റിയിട്ടാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. മിസ് കുറെ എക്സ്പീരിയൻസും കുറെ വൈഡായിട്ട് കുറെ പോർഷൻസ് കവർ ചെയ്യും. അങ്ങനെ എടുക്കുമ്പോ ഒന്നും മനസ്സിലാവണില്ല എന്നുള്ള രീതിയിലാണ് ബാക്കി കുട്ടികളും സുബിയും പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റോസ് മാമിനെ അല്ല എന്നാ തോന്നുന്നു. ജിഷ ഓക്കെ. മാമിന്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ആ പോർഷൻ ആണെന്നാ തോന്നുന്നത്. കാരണം അങ്ങനത്തെ മിസ് പഠിപ്പിക്കുമ്പോൾ ഇച്ചിരി ഡീപ്പായിട്ട് നല്ലതായിട്ട് മനസ്സിലാക്കി തന്നെ പഠിപ്പിക്കുന്നത്. അത് ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും, നമ്മളത് ഡയറക്റ്റ് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ മിസ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഒരുപാട് വാരി കുഴച്ച് പറയാതെ ആ മിസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ പുസ്തകം വായിച്ചാൽ കറക്റ്റ് മനസ്സിലാവും. അപ്പം സുബിക്ക് അത് മനസ്സിലായിട്ടില്ല. എനിക്ക് വേറെ സുബി മാത്രമല്ലെന്ന് തോന്നുന്നു പറഞ്ഞു, വേറെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജിഷ മാം എന്നൊരു പേരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതാ പറഞ്ഞത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് അതിൽ അറിയാൻ പറ്റുള്ളൂ. റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ നമുക്ക് അറിയാം ആരാണ് അതിൽ പറഞ്ഞത് എന്നൊക്കെ. പക്ഷെ നമ്മൾ എന്താന്ന് അറിയോ, വേറൊരു മിസ്സിന്റെ അടുത്ത് നമ്മൾ ഒരു മിസ് എടുക്കുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും നമുക്കാണെങ്കിലും വിഷമാവില്ലേ. സത്യമാണ്. കാരണം ആ മിസ്സിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാലോ, അതിനുള്ള ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, നമുക്ക് എന്തു സംസാരിക്കണില്ലേ. നമ്മളെ എല്ലാ പ്രോഗ്രാമിന്റെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ക്ലാസ്സിന്റെ സംശയം ഉണ്ടെങ്കിലും നമ്മളെല്ലാതും സംശയങ്ങൾ കൂടുതലുള്ള ആൾക്കാരാണ് നമ്മള്. സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും സംശയം ചോദിക്കുന്നുണ്ട്, അത് അവര് പറഞ്ഞു തരാറുമുണ്ട്. ഗ്രൂപ്പിൽ ഞങ്ങൾ പറയുകയും ചെയ്തു, ഞാൻ പറയുകയും ചെയ്തു കേട്ടോ. സുബി അങ്ങനെ ചോദിക്കുമ്പോ ഒരു മിസ് എടുത്ത പോർഷൻ വേറൊരു മിസ് ഒരിക്കലും എടുത്തു തരില്ല. അത് പിന്നെ ആ എടുത്ത ആളെ ഒരു ഇൻസൾട്ട് ചെയ്യണ പോലെയും കൂടിയാണല്ലോ. അങ്ങനെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു സെമിനാർ പോലെ നമുക്ക് തന്നെ ചെയ്യാന്ന് എന്നിട്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ പറയുകയും ചെയ്തു. ഓക്കെ. അതായത് ഒരു പോർഷൻ തന്നെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു ജിഷ മിസ്സും മിസ്സും എടുത്തിട്ടുണ്ട്, അങ്ങനെയാണോ പറയുന്നത് നിങ്ങൾ? യെസ് മാം, യെസ് മാം. ആ ഓക്കെ, ക്ലിയർ. സ്റ്റേജുകൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ ടെക്സ്റ്റിലില്ല. അതിപ്പോ PDF ഇപ്പൊ ഞാൻ ഇന്നലെ കണ്ടു, PDF ആയിട്ട് ഞാൻ സെർച്ച് ചെയ്തു നോക്കിയപ്പോ. അപ്പൊ അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റിൽ ഇല്ലാത്തോണ്ടായിരിക്കും സ്പീഡിൽ എടുത്തു പോയത്. അത് മിസ് പറഞ്ഞ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ട ആ സ്റ്റേജുകൾ അത് വായിച്ചു നോക്കുമ്പോ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. ഇപ്പൊ ക്ലിയർ ആയി. മിസ്സേ, ഇനി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ മിസ്സേ. നമുക്കാണെങ്കിൽ എനിക്കിതൊന്നും അല്ല പറയാനുള്ളത്. നമ്മൾ ഈ പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെ ഒരുവിധം തെറ്റില്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ കുറേ നാൾ വീട്ടിലിരുന്നിട്ട് ഇപ്പം പഠിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് മെമ്മറി പവർ അത്ര അങ്ങോട്ടില്ല. പഠിച്ച ടൈം അല്ലല്ലോ, ഒരു 6, 8, 10 വർഷം ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുമല്ലേ. അന്നേരം നമ്മൾ ഓരോ ഭാഗം പഠിപ്പിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായി 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകത്തില്ലേ. പിന്നെ ഇതിന് നോട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് തന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ മോക്ക് ടെസ്റ്റ് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് വായിച്ചു നോക്കുമ്പോൾ, അല്ലാതെ ഇതിനകത്ത് ആധുനികമായിട്ടും വെൽനെസ് എന്തോ അങ്ങനെ നമുക്കൊന്നും ഓർമ്മ നിൽക്കത്തില്ല. ഒന്നും അത്ര വലിയ കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഒന്നും നമുക്ക് ഓർമ്മ എനിക്ക് അത്ര നിൽക്കാറില്ല. പക്ഷെ അതിനകത്ത് വരുന്ന പോയിന്റുകളുള്ള നോട്ട് നമുക്ക് PDF ആയിട്ട് ഇട്ട് തരുവാണെങ്കിൽ പിന്നെയും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടേ നമുക്കൊന്ന് പഠിക്കാൻ പറ്റും. ഇതല്ലാതെ പരീക്ഷയ്ക്ക് എന്തോ വരുന്നേ നമുക്കൊരു ഊഹവും ഇല്ലല്ലോ. ഈ മോക്ക് ടെസ്റ്റ് മാത്രമല്ലേ നമ്മൾ പഠിക്കുന്നുള്ളൂ. മനസ്സിലായോ മിസ്സേ? അതിപ്പോ ഇംഗ്ലീഷ് ആയാലും അങ്ങനെ തന്നെ. ഇപ്പൊ മിസ് ഇടുന്ന ആ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് ചെയ്യും, പക്ഷെ എക്സ്ട്രാ ഒത്തിരി ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നില്ലല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആവും, നമുക്കത് ഇച്ചിരി ക്ലിയർ ആവത്തുള്ളൂ. അതായത് പഠിപ്പിക്കുന്ന ഒന്നും അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വരുന്നതാ. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അത് പഠിക്കാൻ തുടങ്ങിയപ്പം വരെ ഇപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലാവും, അതൊക്കെ അതിന്റെ പുറകിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ഇവൻ ടീച്ചർ ആയാലും മറ്റു മിസ്സുകളായാലും പഠിപ്പിക്കുന്നതിന്റെ ഒരു പോയിന്റോ നോട്ടോ നമുക്ക് കാണാതെ പഠിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാ
ഏറ്റവും വലിയൊരു രസം. കാണാതെ പഠിക്കുകയും വേണ്ട. പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് മറന്നും പോകും. ഇത് ഏതാന്നുള്ളതേ. ഈ മോക്ക് ടെസ്റ്റ് മാത്രം പഠിച്ചാൽ മതിയോ അതോ ഇനി വേറെ വല്ലതും പഠിക്കണോ എന്നുള്ളത് അറിയാത്ത ഇപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്. കാര്യം എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനെ പറ്റിയൊരു ക്ലാരിറ്റി എന്നാൽ കൊള്ളായിരുന്നു മിസ്സേ. ഈ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ മോക്ക് ടെസ്റ്റ് മാത്രം പഠിച്ചാൽ മതിയോ അത് വേറെ ക്വസ്റ്റ്യൻ പഠിക്കണോ എന്നുള്ളത്. ഓക്കെ, ഉണ്ണിമയ്ക്കുള്ള ആൻസർ ഞാൻ പറയട്ടെ, അതിന്റെ ബാക്കി ഞാൻ പറയാം കേട്ടോ. ഇതില് നമുക്ക് 2 രീതിയിൽ പഠിക്കാം. നിങ്ങളിപ്പോ കോഴ്സ് എടുത്തു, 2 രീതിയിൽ പഠിക്കാം. ഒരെണ്ണം എക്സാമിന് വേണ്ടി പഠിക്കാം, ഒരെണ്ണം എന്താണ് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. കാരണം പിന്നീടും ആവശ്യമാണ്. ഏതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിക്കാം, പക്ഷെ നമുക്ക് പഠിക്കാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്നുള്ളതാ. പക്ഷെ നമുക്ക് ആ മോക്ക് ടെസ്റ്റ് വരുന്നേ ഉള്ളൂ. അതിനുള്ളത് ഞാൻ പറയട്ടെ, ക്ലിയർ ആണ്, ഞാൻ പറഞ്ഞുതരാട്ടോ. ഇതില് ഞാൻ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾക്കൊരു എന്ത് കാര്യമാവട്ടെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് ഇപ്പൊ എന്ത് പോർഷൻ ആണെങ്കിലും ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ്. എന്തെങ്കിലും പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അത് വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. 1 or 2 പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു ട്രിക്ക് കിട്ടും. മീൻസ് അതില് വലിയ പാരഗ്രാഫ് ആണെങ്കിൽ അതിന്റെ കണ്ടന്റ് ഭയങ്കര ചെറുതായിട്ട് മനസ്സിലായോ? റിലേറ്റ് ചെയ്ത് പഠിക്കാം. നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ടെക്സ്റ്റ് തന്നെ വായി വലിച്ചു നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് തന്നെ വായിക്കുക. ഇംഗ്ലീഷിൽ കേട്ടോ, ഇംഗ്ലീഷ് ഞാൻ പറയാം, ഇംഗ്ലീഷ് ഞാൻ പറയട്ടെ, ബാക്കി അതർ സബ്ജക്ട് ഞാൻ പറയാം. അത് ജസ്റ്റ് വായിക്കാം, എന്നിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് നിങ്ങൾ സബ്ജക്റ്റുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ നോക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഒരു പോർഷൻ പറയുകയാണെങ്കിൽ ഞാൻ പോർഷൻ നോക്കിയിട്ട് ഞാൻ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ. ഞാനത് വായിച്ചു നോക്കിയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു. ഞാൻ എന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കണക്ട് ചെയ്യും, എന്നിട്ട് പഠിച്ചു. പണ്ട് ഞാൻ എന്റെ ഹിസ്റ്ററി ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. എത്ര പഠിച്ചാലും നിലയ്ക്കില്ല. ക്ലിയറാക്കിയാണെങ്കിൽ പറയേ വേണ്ട, ഒട്ടും. ഞാനിപ്പോ എന്താ ചെയ്യുന്നത് അറിയോ? നമുക്കൊരു സിനിമ കണ്ട സിനിമയുടെ കഥ നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല. സ്റ്റേഡിയം കുറെ കഥകളെ ഞാൻ ഇപ്പൊ ഫിലിം ചോദിക്കാൻ നിങ്ങൾ കഥ ഇരുന്ന് പറയോ? എന്തിനാ? ക്യാരക്ടറിന്റെ നെയിം പോലും നിങ്ങൾ പറയും. ഓരോ കഥാപാത്രത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. ഞാൻ അങ്ങനെ പഠിച്ചു ഹിസ്റ്ററി. ഒരു സിനിമയാക്കി ഇഷ്ടപ്പെടുന്ന നടന്മാര് വന്നു, എന്താണ് ആക്ട്രസ് വന്നു, അവരെങ്ങനെ ചെയ്യുന്നു, ഇതെങ്ങനെ ചെയ്യുന്നു. സോ ആ പോർഷൻ ക്ലിയർ ആയി. അങ്ങനെ പഠിക്കും. പിന്നെ എക്സാമിന് വേണ്ടി പറയുകയാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും എക്സാം ആകുമ്പോൾ റിവിഷൻ എന്തെങ്കിലും തരും. റിവിഷൻ തരാന്ന് വെച്ചാൽ ഞാൻ എന്റെ കാര്യം പറയണ്ട, എല്ലാ ടീച്ചേഴ്സിനും തരും. ഞാൻ എന്റെ കാര്യം പറയാം. എനിക്ക് എന്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, വളരെ വ്യക്തമായിട്ട്. ഇംഗ്ലീഷ് നിങ്ങളിപ്പോ 10th വരെ എത്തിയിട്ടുള്ളൂ. ഈ 10th വരെയുള്ള ചാപ്റ്റേഴ്സ് ഒരു ബിഗിനർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനില് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സത്യം പറയാലോ, പ്രപ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഈ അഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ അഡ്ജക്റ്റീവ് ആണ്, ആഡ്വേർബ് ആണ് എന്നാണെങ്കിൽ അല്ല ഇതെല്ലാം ഇത്രയും നാൾ യൂസ് ചെയ്യുന്നത്. സോ അത് അവിടെ നിൽക്കട്ടെ. ഇത്രയും ഭാഗം ഇനി 10th കഴിഞ്ഞാൽ അങ്ങോട്ടാണ് നന്നായിട്ട് പഠിക്കാനുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിരുന്നത് മനസ്സിലാക്കിയേ. ഏതൊരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി തന്നായിരിക്കും ഞാൻ പഠിപ്പിക്കാം. പൊതുവെ അങ്ങനെ തന്നെയാണ്. അത് ഒന്നാമത്തെ കാര്യം. എക്സാമിന് തൊട്ട് മുൻപ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഏതൊക്കെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്, അതായത് ഇങ്ങനെ പറയേണ്ട ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരും. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ടേം 1, ടേം 2, മെയിൻ എക്സാം. ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാ ബാച്ചും. ഓക്കെ, അതുകൊണ്ട് എക്സാമിന് വേണ്ടി ഒരിക്കലും ടെൻഷൻ അടിക്കണം. അതാണ് എക്സാമിന് നിങ്ങൾ എന്തായാലും പാസ്സാവും. ഐ തിങ്ക് ഒരു 50 above എന്തായാലും നിങ്ങൾക്ക് മാർക്കട്ടെ, ഷുവർ ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 100 വാങ്ങാൻ പറ്റും. അത് വേറെ കാര്യം. ഓക്കെ, എക്സാം അങ്ങനെ നിൽക്കട്ടെ. ഇനി ഇംഗ്ലീഷ് ഞാൻ എന്തായാലും പഠിപ്പിച്ചു തരും, മനസ്സിലാക്കി തന്നെ പഠിപ്പിച്ചു. ഇപ്പൊ 10th എടുക്കുമ്പോ അറിയാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതെല്ലാം പതുക്കെ മാറും. ക്ഷമയോടെ കാത്തിരിക്കും. ഓക്കെ, എന്തായാലും മാറും. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്,
പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം എനിക്കറിയാം. ആ രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഞാൻ എല്ലാവരുടെ ക്ലാസ്സൊന്നും ഞാൻ കാണാറില്ല കേട്ടോ. എനിക്ക് അറിയില്ല. പക്ഷെ എല്ലാ ടീച്ചേഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ബാക്കി നിങ്ങളത് പറയണ്ടത്. ഓക്കെ, സോ ഞാൻ അങ്ങനെയാണ്. ഇനി ടെൻസ് മുതലാണ് ശരിക്കും പഠിക്കേണ്ടത്. ഇതുവരെ അവിടെ നിൽക്കട്ടെ. ഇതുവരെ നിങ്ങൾക്ക് അഡ്ജക്റ്റീവിലോ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരാനുള്ള ക്ലോസ് ആണ്. ഓക്കെ, ഒരു സീക്രട്ട് ഞാൻ പറയട്ടെ, ആരും പറയണ്ട. ഈ നൗണില്ലേ 7th ചാപ്റ്ററിൽ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എക്സാം അത് വരിക, ക്ലോസ് വരിക, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതൊക്കെ ഞാൻ ആ ടൈമിൽ പറഞ്ഞാൽ പോരെ, എക്സാമിന്റെ ടൈമിൽ പറഞ്ഞാൽ പോരെ. അത്യാവശ്യം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ഇംഗ്ലീഷ് ഞാൻ എന്തായാലും പറഞ്ഞു പോരെ. ഓക്കെ ആണോ ഉണ്ണിമായ? ക്ലിയർ ആയോ? ശരി മിസ്, അതറിഞ്ഞാൽ മതി. നമ്മൾ ഒരായിട്ട് കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം പരീക്ഷയ്ക്ക് വരും, ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നൊക്കെ ഉള്ളത് ക്വസ്റ്റ്യൻ ഒക്കെ. വളരെ കുഴപ്പമൊന്നുമില്ല മിസ്. നമ്മൾ ഈ സൈക്കോളജി ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ കേൾക്കാതെ വിഷയം പഠിക്കുമ്പോ എല്ലാവർക്കും അതിന്റെ ബുദ്ധിമുട്ട് കാണും, അവിടെ ഇവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ. അതൊന്നും സാരമില്ല. അതൊക്കെ ക്ലാസ് കേൾക്കുമ്പോ നമുക്ക് എല്ലാം ഫസ്റ്റ് ടൈം കേൾക്കുന്നതല്ലേ. ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ അവർ എല്ലാവരും മിക്കവരും സ്പീഡാണെന്ന് പറയും. കാരണം അവരിത് എടുത്തെടുത്ത് അവർക്ക് ശീലമാണ്, അങ്ങനെ പോകും. പക്ഷെ നിങ്ങൾ ചോദിക്കാൻ മനസ്സിലാവുന്നില്ല, ഡൗട്ടാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, അതർ സബ്ജക്ട് നോക്കിയാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കും. സൈക്കോളജി ആണെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്തൊക്കെ പഠിക്കും. നിങ്ങളെ തന്നെ റിലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ, ടീച്ചേഴ്സ് ഓരോ കാര്യങ്ങൾ നിങ്ങളുമായി കണക്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ തോന്നാറുണ്ട്. ഒന്ന് ആലോചിച്ചോ, അങ്ങനെ ഒന്ന് ചെയ്തോ. ഓക്കെ മിസ്, ഞാന് വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിട്ടോ. അപ്പൊ ഞാൻ സുബിയുടെ മെസ്സേജ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സുബി പറഞ്ഞത് റോസ്മേവിനെ തന്നെ. വേറെ 2 പേരാണ് ജിഷ മിസ് എടുത്തതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചാറ്റില് നോക്കിയപ്പോഴേ. ഓക്കെ, ഞാൻ എന്റെ ക്ലാരിഫിക്കേഷൻ തരട്ടെ. എനിക്ക് ടീച്ചേഴ്സിനോട് കംപ്ലൈന്റ് പറയുന്നതോ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. അത് സുബി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ കുറ്റം പറയില്ല. അവർക്ക് തോന്നിയ കാര്യം അവർക്ക് പറയാം, അതിനുള്ള അവകാശം അവർക്കുണ്ട്. അതിൽ സുബിനെ ആരും കുറ്റം പറയാനൊന്നും നിൽക്കണ്ട. സുബിയുടെ പേഴ്സണൽ കാര്യം പറഞ്ഞു, പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അത് പറഞ്ഞു. ഓക്കെ, അതിലൊരു കുറ്റവും ഇല്ല. ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. ഇപ്പോ അത് പറഞ്ഞത് വേറെ മിസ്സിനോടായിരിക്കും, എന്നാലും പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. അതിവിടെ ആർക്കും ഹേർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ മിലബസിനാണെങ്കിൽ ചിലപ്പോ, അതിപ്പോ എനിക്കാണെങ്കിൽ ചിലപ്പോ ഹേർട്ട് ആകാം, ഇല്ലെന്ന് ഞാൻ പറയില്ല, ഹേർട്ട് ആകാം. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ഞാനാണോ മിലബസ്? ആണോ? അല്ല, വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോ ഇപ്പൊ ഞാൻ ഇതിൽ തെറ്റ് പറഞ്ഞെന്ന് വെച്ചാല് ഫേസ് ടു ഫേസ് പറയാം, അത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അതിപ്പോ ചെയ്തില്ല, അത് കഴിഞ്ഞു. ഞാൻ അത് ഉള്ളിൽ വെച്ചിട്ട് അവരൊന്നും ആരോടും പെരുമാറില്ല. ഓക്കെ, സുബിനോടാണെങ്കിൽ സുബിനോട് പ്രത്യേകം പറയാം. ഞാനാണെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് സുബി ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാം. കാരണം ഞാൻ ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ജസ്റ്റ് വന്നു സംസാരിച്ചു, അത്രയേ ഉള്ളൂ. അതിന് സുബിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുമില്ല, കുറ്റം പറയുന്നുമില്ല, ഇനി അങ്ങോട്ട് പറയാൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് മാത്രമേ ഞാൻ പറയൂ. ഇനി സുബി എന്നല്ല, ആരും, ഇവൻ ഞാൻ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുണ്ടെങ്കിലും നേരെ പറയും, അത്രയേ ഉള്ളൂ. അത് പറയാം, ആരോടും പറയാം, എങ്ങനെയുണ്ടെന്ന് പറയാം, നേരെ പറയണമെന്ന് മാത്രം. ചോദിക്കാനും പറയാനും ഉള്ള അവകാശം നമുക്കുണ്ട്. ഒരു ടീച്ചർ ആണെങ്കിൽ പോലും കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും വിടുത്തു തരാനുള്ള അവകാശം അവർക്കുണ്ട്. അത് അവകാശം, റെസ്പോൺസിബിലിറ്റിയാണ്, അതും അവർക്കുണ്ട്. അപ്പോ നിങ്ങൾ ഇഷ്ടംപോലെ ചോദിക്കുക, അവരത് പറഞ്ഞു തരേം വേണം. ഇനി മിസ്സിന് അത് ബുദ്ധിമുട്ടാകോ വിഷമാകോ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഫീ കൊടുത്ത് ഇവിടെ പഠിക്കുന്നു, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മാത്രമേ, അല്ലേ? നിങ്ങൾക്ക് പഠിക്കണ്ടേ? അപ്പൊ ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യാ? മിസ്സിനൊന്നും മനസ്സിലാവുന്ന പോവാ, ക്ലാസ്സിൽ ലീവ് ചെയ്യാം. അങ്ങനെയാണോ? അല്ല, ചോദിച്ച് മനസ്സിലാക്കി എടുക്കണം. കാരണം പഠിപ്പിക്കേണ്ടത് ഞങ്ങളും പഠിക്കേണ്ടത് നിങ്ങളുമാണ്. ഓക്കെ, കാരണം നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ആ ടീച്ചർ അറിയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന്. നിങ്ങൾ കാണുന്നത് വെറുതെ കുറെ പ്രൊഫൈൽ നെയിമും കുറെ പ്രൊഫൈൽ പിക്കുമാണ്. നിങ്ങൾ അവിടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങളോട് ചോദിക്കുക. ഞാനിതിൽ ആരെയും കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ പറഞ്ഞ രീതി ഇത്രയേ ഉള്ളൂ. എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യത്തിലോട് നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കും.
നേരെ നോക്കാം, സംസാരിക്കാം. അത്രയേ ഉള്ളൂ. സുബി പോയി അല്ലെങ്കിൽ സുബിയോട് ഞാൻ പറഞ്ഞാല് സുബി ഞാനും പറഞ്ഞത് വേറെ രീതിക്ക് ഓടുന്നിട്ടുണ്ട്. സുബി ഞാൻ അങ്ങനെ ഇല്ലാട്ടോ, കേൾക്കാൻ തന്നെ പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, ഞാൻ നിങ്ങളെ എന്താണ് എന്റെ സ്വന്തം കുട്ടികളെ കുട്ടികളെന്ന് പറയാൻ പറ്റും, നമ്മളെ ഒരേ ഏജ് ഗ്രൂപ്പാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ, ആസ് എ ടീച്ചർ നിങ്ങൾ എനിക്ക് കുട്ടികളാണ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആണെന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ രീതി കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനോ പറയാം. എനിക്കിത് വേണമെങ്കിൽ ഉള്ളിൽ വെച്ചാണ് പോയായിരുന്നല്ലോ, ചെയ്തില്ല. എനിക്കങ്ങനെ താല്പര്യം കേട്ടോ, ഞാൻ എനിക്കൊരു കണ്ടാ പറയും, അത്രയും പറഞ്ഞു, അതവിടെ തീർന്നു. കേട്ടോ സുബി, കേട്ടോ? സുബിയുടെ പേഴ്സണലി വിളിക്കാനൊരു നമ്പറൊന്നുമില്ല. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി സുബിയോട് പറയാം, എനിക്ക് വേണ്ടി സുബിയോട് സോറി പറയാം. ഇല്ല സുബിയെ ഞാൻ അറിയാതെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയുന്നു. നിങ്ങൾ പറയൂ കേട്ടോ സുബിയോട്. നെക്സ്റ്റ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്യാൻ പറയാം. സുബിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്, അതെല്ലാവരും പറഞ്ഞതിന്റെ ആയിരിക്കും, പെട്ടെന്ന് ഒരു വിഷമമായിട്ടുണ്ട് സുബിക്ക്. ഓക്കെ, മിസ്സിന് വിഷമമായെന്ന് വെച്ചാൽ മിസ്സിന് ചെറുതായിട്ടൊന്ന് ഹേർട്ടായി, സത്യം പറയാതെ വിഷമായി. ഓക്കെ, മാം എപ്പോഴും ഫ്രീ ആയിട്ട് പറഞ്ഞിരുന്ന ഒരാളാണ് മാം. മാമിനോട് തന്നെ ചോദിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ വളച്ചൊടിക്കേണ്ടതിന്റെ ആവശ്യം തീരെ ഉണ്ടായിരുന്നില്ല. എല്ലാരും ഭയങ്കര ഈസി ടു അപ്രോച്ച് ആണ്. അത് ഫ്രം ദ ഹാർട്ട് ഞാൻ പറയണം. ആരെയും കുറ്റം പറയാൻ പറ്റില്ല മാം, നിങ്ങള് എല്ലാവരും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇപ്പൊ ഞാൻ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന പോലെയാണോ മറ്റു ടീച്ചേഴ്സ് ബിഹേവ് ചെയ്യുന്നത്? വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർ അങ്ങനെയാണ്. അതും പറഞ്ഞ് നിങ്ങളോട് ഇഷ്ടമില്ല, നിങ്ങൾ പറയുന്നത് കേൾക്കില്ല, അങ്ങനൊന്നും ആരും ചിന്തിക്കേണ്ട കേട്ടോ. ക്യാരക്ടേഴ്സ് വ്യത്യാസം ഉണ്ടാവും, ബിഹേവിയർ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ എല്ലാവരും ഉള്ളിലും നിങ്ങളോട് സ്നേഹമാണ്. എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ ഒരുപോലെയാണ്. നിങ്ങൾ പറയുന്നത് അവരായത്തേക്ക് എടുക്കുള്ളൂ, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുക. മാം സത്യം പറഞ്ഞ ലൈഫിൽ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിനെ ഇപ്പോഴാണ് കിട്ടുന്നത്. ഇതുവരെ ഇത്ര ഫ്രീഡം ഇതുവരെ പഠിച്ചൊരു സ്ഥാപനത്തിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയ്ക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മോണ്ടിസോറി തന്നെയാണ് സത്യം. അതെ, എനിക്ക് ആകെ ഒരു പേടി എന്താ പറയാ, ഇംഗ്ലീഷിലെ ടീച്ചറോട് സംസാരിക്കാൻ. ഞാനേ മിസ് സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചത് പറയട്ടെ, മിസ്സിന് എവിടുന്ന് ഒരു പണി കിട്ടിയെന്ന് ആരെങ്കിലും വിളിച്ചും പറഞ്ഞായിരിക്കും മനസ്സിലായി. ഞാൻ അങ്ങനെ വിചാരിച്ചത്. പിന്നെ ഇതിന്റെ പിന്നെ ഇത്ര കാര്യങ്ങൾ ഒരു പണി എവിടുന്നോ കിട്ടിയെന്ന് തോന്നല്ലോ, വലിയ കാര്യത്തിൽ വന്നപ്പോഴേ പറയാൻ തുടങ്ങിയപ്പോഴേ ഞാൻ അതാ വിചാരിച്ച്. ഇതൊക്കെ സ്വാഭാവികല്ലേ. എനിക്ക് കിട്ടിയ പണിയാണ് ഞാൻ പറഞ്ഞത്, 5, 6 അതിൽ പണിയൊന്നും കിട്ടേണ്ടിട്ടില്ല, കിട്ടേണ്ട വന്നിട്ടില്ല. കിട്ടിയാലും ഞാൻ മൊത്തം ചോദിക്കൂട്ടോ, അത് പിന്നെ ആ തമാശ അല്ല ഇതൊന്നും കുഴപ്പമില്ല മിസ്, നമ്മൾ ഈ ഓൺലൈനൊക്കെ ആവുമ്പോഴേ വീട്ടിൽ ഇരുന്ന് നമ്മൾ നേരിട്ട് കാണുന്നതുമില്ല. അപ്പൊ ഇതിനകത്തൊക്കെ ഒരു സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഇത് നമുക്ക് വിദ്യാർത്ഥികൾക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല, അധ്യാപകർക്കും രണ്ടുപേർക്കും പരിമിതികളുണ്ട്. അത് രണ്ടുപേരും മനസ്സിലാക്കിയാൽ മതി, അതൊന്നും സാരമില്ല. ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. എല്ലാവരും അതെ, എനിക്കറിയാം എല്ലാവരും. ഇപ്പൊ ഞാൻ പറയുന്നത് മാം ദിവ്യക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന്. ഇനി അത് പറയണ്ട, കാര്യങ്ങൾ ദിവ്യ മനസ്സിലാക്കണ്ട കേട്ടോ. ക്ലാസ്സിൽ നിന്ന് കണ്ടാ മതി. നീ റിപ്പീറ്റ് എടുത്ത് എന്ത് കാര്യമുണ്ട്, കഴിഞ്ഞു. മിസ് ഞാൻ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്, ഇവിടെ നെറ്റ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാ. നല്ല കാര്യം, ലേറ്റ് ആയല്ലോ, ഭാഗ്യം എനിക്ക് പറയാനുണ്ട്. മിസ്സേ, എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിനകത്ത് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ടും കൊണ്ടാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ചെറിയൊരു ഡൗട്ട്. എനിക്കറിയാം ഡൗട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പേടിക്കേണ്ട, മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോളൂ. മെസ്സേജ് ഒന്നല്ല, കുറെ നാൾക്ക് ശേഷം ഒന്നും മനസ്സിലാക്കാത്ത ഞാൻ നല്ലത്. ഓക്കെ, അപ്പോ പിന്നെന്താ പറഞ്ഞേ, ക്യാരക്ടർ ഞാൻ പറഞ്ഞു വരുമ്പോ ഇടയിൽ കയറുന്നിട്ട് എന്റെ ഫ്ലോ ഞങ്ങൾ പോകും കേട്ടല്ലോ. എന്തൊക്കെയോ ആലോചിച്ച് വന്നാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കോമൺ ആയിട്ട് നമ്മളിപ്പോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോ വേറെ എടുക്കാം, പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് എടുക്കാം. അത് ഓരോരുത്തരുടെയും രീതികളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോമൺ ആയിട്ട് പറയുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പണ്ട്.
പിന്നെ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ, മനസ്സിലായല്ലോ? ഓരോ എക്സ്പീരിയൻസ് നമ്മൾ പഠിക്കുക. എനിക്ക് കംപ്ലൈന്റ് വന്ന അന്ന് ഞാൻ പഠിച്ചു. ഇനി അങ്ങനെയല്ല. ചില കംപ്ലൈന്റ് വന്നാല് ഇപ്പൊ പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് വന്നു വിചാരിക്കും, എനിക്കരുത് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. അത് ഇന്നലെ എനിക്കും പറഞ്ഞു തരാം. ഇന്ന് എന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞല്ലോ, ദേഷ്യത്തിലാണ് ഞാൻ വരുന്നതെങ്കിലോ ഒന്ന് ആലോചിച്ചെടുക്കേ എങ്ങനെ ഉണ്ടാവും. പക്ഷെ ഞാൻ പോയത് നേരെ തിരിച്ചായിരുന്നു. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ചില്ലായി. ഞങ്ങളുടെ ചില്ലാണ് കാരണം പെട്ടെന്ന് കണ്ടതന്നെയായിരുന്നു. ഞാൻ എന്റെ ഏകദേശം എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ എടുക്കുന്നവരും അങ്ങനെ ഒരു കാര്യം സീരിയസ് ഇഷ്യൂ ഉണ്ടായെങ്കിൽ അത് നമ്മള് സിമ്പിൾ ആയിട്ട് എടുക്കുകയാണോ വേണ്ടത്, സീരിയസ് ആയിട്ട് തന്നെ അത് എടുത്ത് മനസ്സിൽ വെച്ച് കൊണ്ടുനടക്കണമാണ് വേണ്ടത്. ഒന്ന് ആലോചിച്ചു ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? സിമ്പിൾ ആയിട്ട് സൊല്യൂഷൻ അത് അങ്ങനെയാണ് സംഭവിച്ചത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു കാര്യമാണ്. അത് ഞാൻ വന്ന് വലുതാക്കിയോ. എനിക്കത് തോന്നാറുണ്ട് വെറുതെ ഒരു ആവശ്യമാണ് എന്ന് പറഞ്ഞു. വലുതാക്കിയൊന്നുമില്ല, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ആരെയും കുറ്റം പറയുന്നില്ല. കുറ്റം പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കുറ്റം പറയാതെ ഞാൻ കുറ്റം പറയും. ഓക്കെ, അപ്പൊ സുഖിയായിട്ടുള്ള പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാട്ടോ ആരെങ്കിലും. ഞാനൊരു പ്രശ്നം എനിക്ക് പോലും സുഖിത് വിഷമായിട്ട് സുഖിത് കരഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമായിട്ടോ. എനിക്ക് ചെയ്യാനാ സുഖില്ലാതെ പോയി. അടുത്ത ക്ലാസ് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഒന്നും പറഞ്ഞു കേട്ടോ, എനിക്ക് ഭയങ്കര വിഷമായെന്ന് പറയണേ. വിഷമായിട്ടുണ്ട്. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പറയണം കേട്ടോ. തേർഡ് പേഴ്സൺ ആണ് നിങ്ങളിപ്പോ. സോറി, സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണോട് പറയേണ്ടതാണ്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട്. ഓക്കെ, വിഷമായിട്ടുണ്ട്, സോറി പറയുന്നു, ഞാൻ ഇല്ല ഒക്കെ വിട്ടുകളയാ. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ഇങ്ങനത്തെ ഇഷ്യൂ കിട്ടോ. എല്ലാ ക്ലാസ്സിലും അതെ. ഒരു ക്ലാസ്സില് ഇതുപോലെ ഞാൻ സംസാരിച്ച ഇതുപോലെ എന്റെ സുത്തിയെ പോലെ ലീവ് ചെയ്ത് പോയി. എനിക്കുണ്ടായ വിഷമുണ്ടല്ലോ. പിന്നെ കുട്ടി ഒരു ക്ലാസ്സിൽ വന്ന് ഞങ്ങൾ സംസാരിച്ചു, റെക്കോർഡ് ചെയ്തായിരിക്കാം. ഇത്രയും വേണം. കുഴപ്പമില്ല. സുബി ഞാൻ നേരിട്ട് കാണുമല്ലോ, നേരിട്ട് ഞാൻ പറയും. സുബിക്ക് അങ്ങനെ ഉണ്ടാവില്ല. സുബി നല്ല കുട്ടി. സുബിക്ക് ഇംഗ്ലീഷ് പോലും മനസ്സിലാവുന്നില്ല. എന്നിട്ട് എന്നോട് പോയി ഇതുവരെയും കംപ്ലൈന്റ് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. സുബി ഇംഗ്ലീഷ് പോലും മനസ്സിലാവുന്നില്ല. അത് എനിക്ക് വിഷമാവുന്നതുകൊണ്ടാണെന്നല്ല സുബി എന്നോട് കംപ്ലൈന്റ് പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാം. ക്ലാസ്സിലുണ്ടോ സുബി? നോക്കട്ടെ. സുബി ക്ലാസ്സിലുണ്ടോ? എന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. സുബി സമയമില്ല. സുബി ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയേക്കാണോ? സുബി എവിടെ? സുബി കേൾക്കുന്നുണ്ടോ? ഇല്ല. സുബിക്ക് എന്നോട് ദേഷ്യമുണ്ട്. സുബി പറയൂ. എന്റെ ക്ലാസ്സേ എടുത്തില്ല ഞാൻ, അറിയോ? സുബി ഇതൊക്കെ ചുമ്മാ ആ ഒരു എന്താണ് ചെറിയൊരു പാട്ടാണ്, ലൈഫിൽ ചെറിയൊരു പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. സീരിയസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഇവിടെ സുബിയുടെ പേരോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് അറിഞ്ഞു, അല്ലാതെ സീരിയസ് ആയിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ കാരണം ഇനി വലിയൊരു ഇഷ്യൂ ആകരുത്. ഓക്കെ, ക്ലിയർ ആയോ? ലാസ്റ്റ് മിക്കവാറും അശ്വതി മിസ് വന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര സീരിയസ് ആയി നിങ്ങൾ പറയുന്നത്. അപ്പൊ പണി എനിക്കല്ലേ തീർന്നു. ഉണ്ണിമായ പറഞ്ഞല്ലോ എന്തോ പണി വന്നു എന്ന് വിചാരിച്ചു. ഇനിയിപ്പോ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, സുബിയോടൊന്ന് പറയൂ കേട്ടോ. നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ഒന്ന് പറയാം. ഓക്കെ, സുബി പറ്റുവാണെങ്കിൽ എന്നോട് ഒന്ന് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ കേട്ടോ. സുബി കേട്ടോ, ആരെങ്കിലും ത്രൂ സംസാരിക്കാലോ. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കാ നെഗറ്റീവ് ആയിട്ടൊന്നും അല്ല കേട്ടോ. പോസിറ്റീവ് ആയിട്ട് എടുക്കുക എല്ലാ കാര്യങ്ങളും. വീട്ടിലെ കാര്യമാണെങ്കിലും ഞാനാണെങ്കിലും എന്നോടാണെങ്കിലും എല്ലാം. ഓക്കെ, ഓക്കെ ആണോ? ഹാപ്പി ആയോ? എനിക്ക് ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അയ്യോ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയണമെന്നല്ല കേട്ടോ. ക്ലാസ്സിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അല്ലാതെ ചില ക്ലാസ്സുകളിലുണ്ടല്ലോ, ചില ക്ലാസ്സില് 2 ഗ്രൂപ്പൊക്കെ ഉണ്ട്. സ്റ്റുഡൻസിന് തന്നെ 2 ഗ്രൂപ്പൊക്കെ ഉണ്ടാവുന്നേ. ആലോചിച്ച് നോക്കി. ഒരു കണക്കിനൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കണം. ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 5 ബാച്ച് ഒളിഞ്ഞെടുക്കുന്നതാണ് ഞാൻ.
ഓരോ ബാച്ചിലുണ്ട് ഇതുപോലെ, ഓരോ ബാച്ചിലും. ഞാൻ എല്ലാ ക്ലാസ്സിലും നിങ്ങളോട് മാത്രം എല്ലാ ക്ലാസ്സിലും ഞാൻ ഇന്ന് പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ആരോ ആണെങ്കിലും അതൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. ആ ഒരു എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ തന്നെ വേറൊരാൾ പറഞ്ഞ് പ്രശ്നം വലുതാക്കണ്ട. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഓളോട് പറഞ്ഞാൽ തീരും. അത് ഈ ഒരു കാര്യം കൊണ്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ടീച്ചേഴ്സ് സ്റ്റുഡൻസ് നമ്മളോട് ഇതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട് പഠിക്കുന്നത്. ടീച്ചേഴ്സിന് അങ്ങനെയൊന്നും ടീച്ചേഴ്സിന് എല്ലാവരും ഒരുപോലെ തരും. അത് മാത്രമല്ല ടീച്ചേഴ്സിന് ഉണ്ടാവാൻ കേട്ടോ എപ്പോഴാണെന്നറിയോ, എനിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് കുറച്ച് സ്റ്റുഡൻസ് നമ്മളോട് കൂടുതലും സംസാരിക്കുന്നുണ്ടാവുമല്ലോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന സ്കൂളില് നിങ്ങളോട് നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കുന്നതും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാല് ടീച്ചർ വിചാരിക്കുന്നത് എന്താ, ക്വസ്റ്റ്യൻ ചോദിച്ചാല് നമുക്ക് മറുപടി കിട്ടും അല്ലേ? അല്ലാതെ മിണ്ടാത്ത ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ല നമുക്ക് ഓൾറെഡി അറിയാമെങ്കിലും നമ്മ അവരെ വിളിക്കുവോ? ഇല്ല. നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ നമ്മൾ വിളിക്കുകയുള്ളൂ. അത് എല്ലാ ക്ലാസ്സിലും ചിലപ്പോ അങ്ങനെ നമ്മൾ അറിയാണ്ടാണെങ്കിൽ പോലും വിളിച്ചു പോകും. അത് ആ കുട്ടികളോട് ഇഷ്ടപ്പെടുന്നുണ്ടാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആണോ? അല്ലല്ലോ. അവിടെ നിന്ന് റെസ്പോണ്ട് കിട്ടും എന്നറിയാവുന്നതുകൊണ്ടല്ലേ, അല്ലേ? ഒന്നും പറയുന്നില്ലത്. ഞാൻ അങ്ങനെയാട്ടോ, എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ്. റെസ്പോണ്ട് കിട്ടും, അവർ ലാഗ് വരരുതല്ലോ. സോ അങ്ങനെ ആയിരിക്കും ആ ഒരു കുട്ടിയെ നമ്മള് പിക്ക് ചെയ്ത് വിളിക്കാം. അപ്പോ അതില് ഡിസ്കഷൻ വന്നു വെച്ചാല് മിസ്സിന് ആ ഒരു കുട്ടിയോട് മാത്രമാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മള് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെയാണ് സംഭവം. അപ്പൊ അത് പറഞ്ഞു അത്രേ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്തൊരു കാര്യം നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യും. എന്താണ്, ഇങ്ങനെയാണ്, കാരണം സിറ്റുവേഷൻ എന്താണ്, അത് സോൾവ് ചെയ്യും എല്ലാവരും കൂടെ. ഓക്കെ, എന്താണെങ്കിലും ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും എന്നെ ഒന്ന് പറയണം. നെക്സ്റ്റ് ക്ലാസ്സിൽ എനിക്ക് അത് അറിയണം. അവിടെ എനിക്ക് ഇന്ന് മുതൽ എനിക്ക് ടെൻഷൻ ആയിക്കോളും. എന്താണ് മൺഡേ ആണെങ്കിൽ ക്ലാസ്സും ഇല്ല, അപ്പൊ ഭയങ്കര ടെൻഷൻ ആയിക്കോട്ടോ. പറ്റുവാണെങ്കിൽ ഒന്ന് തന്നെ ഇൻഫോം ചെയ്യും. ആരാണെങ്കിലും സുഖിയാണെങ്കിലും ഇൻഫോം ചെയ്യണം കേട്ടോ. അത് ഭയങ്കര മൺഡേ ക്ലാസ് ഇല്ലേ? ഞാനിങ്ങനെ മൺഡേ ക്ലാസ് ഇല്ലേ? ചാൻസ് ഉള്ളോ? അയ്യോ മാം, ഞാൻ ഡേറ്റ് നോക്കാത്തോണ്ട് അറിയത്തില്ല. ഇവിടെ കാലണ്ടർ ഒന്നും ഇല്ല, ഞാൻ അറിയത്തില്ല. നമ്മള് എല്ലാ ദിവസവും ഇവിടെ ഫ്രൈഡേ അല്ലേ വീക്കെൻഡ്, അപ്പൊ ഇന്ന് ഫ്രൈഡേ, ഇന്ന് വീക്കെൻഡ്, ബാക്കി ഇങ്ങനെ അങ്ങ് ദിവസം പോകുന്നു. അതാണ് അറിയുന്നില്ല നാട്ടിലെ കാര്യങ്ങളൊന്നും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും നിങ്ങൾ എന്നെ ഹാപ്പി മൂഡല്ല കാണത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് സെൻഡ് ആവട്ടോ ഞാൻ. ഓക്കെ, സാരില്ല മാം, നമുക്ക് സോൾവ് ചെയ്യാം. ഒന്ന് സോൾവ് ചെയ്യും. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഒന്ന് സോൾവ് ചെയ്യും. ഞാൻ പറഞ്ഞെങ്കിൽ അത് ഹേർട്ടാണെങ്കിൽ സോറി പറയണം കേട്ടോ. ഓക്കെ, എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, സുഖയോട് മാത്രമല്ല. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഹേർട്ട് ആയിരുന്നെങ്കിൽ സോറി പറയും. ഓക്കെ, സെൻഡ് ആവും പെട്ടെന്ന്, അത്രേ ഉള്ളൂ. നീ സൈനോട്ട് പറഞ്ഞ ഞാൻ പോട്ടെ, സമയേ നല്ല ശരിയാവും, സീനാവും. ഓക്കെ, അപ്പൊ സൈനോട്ട് പറയൂ. സൈനോട്ട് ഇല്ല, ഞാൻ പറഞ്ഞു വിടൂ, ഞാൻ പോട്ടെ. മിസ് ക്ലോസ് ഇല്ലാന്നാ പറഞ്ഞ എക്സാമിന്? നൗൺ ക്ലോസ് ഒന്നും ഇല്ലാന്നാ പറഞ്ഞേ? ക്ലോസ് ഒക്കെ ഉണ്ട്, നൗൺ. ഞാൻ ഗ്രൂപ്പിൽ ഇടാം മെസ്സേജ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന്. അതില്ലെങ്കിൽ അതൊന്ന് റിവിഷൻ തരുമോ? അതൊന്നും മനസ്സിലായിട്ടില്ല. പ്രൈസും ക്ലോസ് ഒക്കെ നൗണ്. റിവിഷൻ ഉണ്ടാവും, പേടിക്കണ്ട. മെയിൻ എക്സാമിന് റിവിഷൻ ഉണ്ടാവും. ടേമിനൊന്നും പറയാം, ടേമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറയാം. പോരെ, സൈനോട്ട് പറഞ്ഞത് എനിക്ക് അങ്ങനെ പോവായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഇന്ന് നമുക്ക് കുറെ വാല്യുബിൾ ഇൻഫർമേഷൻസും അഡ്വൈസസും മാമിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ചെറിയ ചെറിയ പിണക്കങ്ങള്, സൗന്ദര്യ പിണക്കങ്ങൾ എന്നൊക്കെ പറയാം. കാരണം ഇനി നമ്മൾ മേ ബി ഇതിനേക്കാളും നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ടും നല്ലൊരു സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ആയിട്ടും ഒക്കെ മാറേണ്ട ആളുകളാണ് നമ്മള്. അപ്പോൾ എല്ലാം അതിന്റെ ആ ഒരു ഇതിൽ വിടാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഈ പറയുന്ന പിണക്കങ്ങളൊക്കെ ഉള്ളത് എവിടെയാണെന്ന് ആലോചിച്ചാൽ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഹേർട്ട് ആവണമെങ്കിൽ നമ്മുടെ റിലേഷൻ എന്താണെന്ന് ചെയ്യും. ഓക്കെ, അപ്പൊ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ഉള്ളത് എവിടെയാണ്? അതെല്ലാ ടീച്ചേഴ്സിനോടും അങ്ങനെയാണ്.
സ്നേഹം ഉള്ളിടത്താണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട, നിങ്ങൾ ഇൻഫോം ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഓൾ. See you in next class. Okay, bye. താങ്ക് യു.